എല്ലാവരും തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് അമ്പലപ്പുഴ വീട്ടിൽ വന്നതാണേ. അപ്പോൾ രാവിലെ ഞങ്ങൾ അമ്പലപ്പുഴ അമ്പലത്തിലെല്ലാം പോയി തൊഴുതിട്ട് വന്നു. തിരക്കൊന്നും ഇല്ലായിരുന്നു, കുട്ടികളെ ഒന്നും കൊണ്ടുപോകാതാണ് പോയത്, അതുകൊണ്ട് എളുപ്പം ഇങ്ങ് വന്നു. അത് കഴിഞ്ഞപ്പോൾ ദാണ്ടേ ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുവാണേ. കുക്കർ ബിരിയാണിയാണേ. അപ്പം എൻ്റെ തന്നെ വീഡിയോയിൽ ഞാനിത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി. പ്രശാന്ത് ഏട്ടനും കൊച്ചുവാവയാണ് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു ചിക്കൻ ചിന്താമണി എന്നും പറഞ്ഞൊരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. വളരെ നല്ലൊരു കറിയാണത്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ചിക്കൻ മസാലയോ യാതൊന്നും ചേർക്കാതെ മഞ്ഞപ്പൊടിയും ഉണക്കമുളകും കൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. അത് ഞാൻ ഇനി ചെയ്തൊന്നുകൂടി കാണിക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ഇടാം. അപ്പം നമ്മുടെ കുക്കർ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നാരങ്ങാച്ചാറും സലാഡും പപ്പടവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ എല്ലാവരും ബിരിയാണി അങ്ങ് തട്ടി. എന്തോ ബിരിയാണിക്ക് ഇന്നിച്ചിരി എരിവ് കൂടിപ്പോയതുകൊണ്ട് ഭയങ്കര ഒരു എരിച്ചിലായിരുന്നു. ഇതാണ് ചിക്കൻ ചിന്താമണി. ഇതൊരു സൂപ്പർ ഐറ്റമാണ്. ഇതൊരു ഹെൽത്തി ചിക്കനാണേ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയപ്പം എല്ലാവരും ഒരു കുൽഫിയും കഴിച്ചുള്ള എൻജോയ്മെൻറ്റിലൊക്കെയാണ്.